ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 4 വ്യത്യസ്ത തരത്തിലുള്ള പാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക്സുമായിട്ടാണ്. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ ആണല്ലോ, എല്ലാവരുടെ കയ്യിലും പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി പാഷൻ ഫ്രൂട്ട് 6 എണ്ണം എടുത്തിട്ടുണ്ട്. 6 എണ്ണത്തിൻ്റെ പൾപ്പാണിത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. നന്നായി പ്രസ് ചെയ്താൽ മതി, എന്നാൽ ഇതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സിമ്പിൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എങ്ങനെ റെഡിയാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/4 കപ്പ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. 3/4 കപ്പ് ഐസ് വാട്ടർ. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡിയായി. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ഗ്ലാസ്സിലേക്ക് 2 ഐസ് ക്യൂബ് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ്, അതുപോലെ മിൻറ്റ് ലീവ്സ് എന്നിവ ഉപയോഗിച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അടുത്തതായി പാഷൻ ഫ്രൂട്ട് സ്മൂത്തിയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനു വേണ്ടി ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി സ്ലൈസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഇത് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പാല്, 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി ഇതിലേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി പാഷൻ ഫ്രൂട്ട് മിൽക്ക് ഷേക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനു വേണ്ടി 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാലാണ്. 1/4 കപ്പ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്, 1 സ്കൂപ്പ് പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം. ഏത് ഐസ്ക്രീം ആയാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. 1 സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി അടുത്തതായി റെഡിയാക്കുന്നത് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോയാണ്. ഇതിനു വേണ്ടി 1/4 കപ്പ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യാം. 2 ലെമൺ സ്ലൈസസ്, 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഐസ് വാട്ടർ. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്യാം. ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ലെമൺ സ്ലൈസസ് 2 പീസസ് ആഡ് ചെയ്യാം. മിൻറ്റ് ലീവ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. പാഷൻ ഫ്രൂട്ട് പൾപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് സോഡ വാട്ടർ 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. തണുപ്പിച്ചെടുത്ത സോഡ വാട്ടറാണിത്. ഇനി ലെമൺ സ്ലൈസസ്, മിൻറ്റ് ലീവ്സ് എന്നിവ ഉപയോഗിച്ചതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി 4 പാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക്സും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.